Namaskaram, football fans. Welcome back to Footballers Life. The El Clasico, Real Madrid versus Barcelona. നാളെ ഒന്ന് സൂപ്പർ കപ്പ് വിജയത്തിന്റെ റയൽ മാഡ്രിഡിന്റെ വിജയത്തിന്റെ മാച്ചുകളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാദ്രീദ് ശരിക്കും പറഞ്ഞാൽ മാദ്രീദ് എന്നാണ് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. എനിവേ നമുക്ക് റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. It was an absolute clinical performance from Real Madrid. ഒരു സംശയം, brilliant. And തുടക്കം കുറിച്ചത് was none other than Jude Bellingham. പോരാത്തതിന് ബാർസലോണ ഡിഫൻസ് is absolutely horrible. അറാഹോ ആരായിരുന്നു അത്? ജൂൾസ് കൊണ്ടേ ആയിരുന്നു അത് ആ ട്രാക്ക് റൺ മിസ് ചെയ്തത്. ജൂഡ് ബെല്ലിംഗം തന്റെ ബോള് ബാർസലോണയുടെ വളരെ ഹൈലൈൻ, ഐ തിങ്ക് ടാക്ടിക്കലി ഒരു പക്ഷേ ഷാബി ഗോട്ട് ഇറ്റ് എ ബിറ്റ് റോങ്, ഭയങ്കര ഓവർലി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഹൈലൈനിൽ വെച്ചിട്ട് ആ ഒരു ഹാഫ് ലൈനിന്റെ തൊട്ടിപ്പുറത്തുന്ന ഒരു ബോൾ കിട്ടി. ഹി ഡസ് എ ഹാഫ് ടേൺ ആൻഡ് വാട്ട് എ ത്രൂ ബോൾ വിനീഷ്യസ് ജൂനിയറിന്. അമ്മാടി ഒരു ത്രൂ ബോൾ, കീടു ത്രൂ ബോൾ. വിനീഷ്യസ് ജൂനിയർ അത് ഫസ്റ്റ് ടച്ച് എടുത്തപ്പോൾ ഭയങ്കര ഡിസ്റ്റൻസിലേക്ക് പോയി. അങ്ങനെ മറ്റേ ഗോൾ കീപ്പറിന് ചേസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്ക് തോന്നിയില്ല. ഐ മീൻ മൈ ഇനിഷ്യൽ റിയാക്ഷൻ. കൂൾ ആൻഡ് കാം ഫിനിഷ്, ഒന്നും പറയാനില്ല. അതോടെ തന്നെ റയൽ 1-0 ലീഡ് നേടി. ആൻഡ് പതുക്കെ ബാർസലോണ ടിപ്പിക്കലി ദേ ആർ ബിൽഡ് അപ്പ് ആൻഡ് പതുക്കെ അറ്റാക്കുകളിലേക്ക് വരാൻ നോക്കുന്നു. റയൽ മാഡ്രിഡിന്റെ ഒരു ഡിഫൻസീവ് ഷേപ്പ് ഇസ് അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. അഗൈൻ ഒരു ബ്രില്യന്റ് ത്രൂ ബോൾ ഡിഫൻസിൽ നിന്ന്. എനിക്ക് തോന്നുന്നു കാർവഹാൽ ആണെന്ന് തോന്നുന്നു ആ ത്രൂ ബോൾ ഇട്ടത്. എനിക്ക് എല്ലാം പേരുകൾ പെട്ടെന്ന് ഓർമ്മയൊന്നും വരുന്നില്ല. ബട്ട് എനിവേ ഒരു ബ്രില്യന്റ് ത്രൂ ബോൾ ടു റോഡ്രിഗോ. വീണ്ടും ഒരു ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യാൻ നോക്കിയത്, വളരെ ഹൈ ലൈൻ. പക്ഷെ അത് ഓഫ് സൈഡ് തന്നെ ആയിരുന്നില്ല, കാരണം ഏകദേശം ഹാഫ് ലൈനിൽ നിന്ന് തന്നെയാണ് പുള്ളിക്കാരൻ ഓടി വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഓടി വന്നു, ബോൾ കളക്ട് ചെയ്തു. സോ ഇറ്റ് വാസ് റോഡ്രിഗോ, 3 ബാർസ ഡിഫൻഡേഴ്സ് ആൻഡ് അപ്പുറത്തുനിന്ന് വിനീഷ്യസ് ജൂനിയർ ഓടി വരുന്നു. ഇറ്റ് വാസ് എന്താ പറയുക, 100 meters ഡാഷ് പോലെ. ആൻഡ് റോഡ്രിഗോന്റെ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് ലേ ഓഫ് ടു വിനീഷ്യസ് ജൂനിയർ ആൻഡ് വിനീഷ്യസ് ജൂനിയർ 2-0. ഏകദേശം ഇത് വെറും 10-12 മിനിറ്റിനുള്ളിൽ കളി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഏകദേശം വിചാരിക്കുന്നു ഓക്കെ പതുക്കെ ഒരു എൽ ക്ലാസിക്കോ അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ത്രില്ലിംഗ് മൊമെന്റ് ഒക്കെ വരണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ബാർസ പൂൾസ് 1. കുറച്ച് അറ്റാക്ക്, കുറച്ച് പ്രഷർ ഒക്കെ ചെയ്യുന്നു. ലെവൻഡോസ്കി, പൊതുവെ ആൾക്കാർ വിമർശിക്കുന്ന ലെവൻഡോസ്കി ബിഗ് ഗെയിംസിൽ മിസ് ആവണമെന്നുള്ളതിന് ഇതിലൊരു ബ്രില്യൻ സ്ട്രൈക്ക്. ഒരു ബോൾ ഉള്ളിലേക്ക് വരുന്നു, ഹെഡ് ചെയ്ത് അവിടെയൊക്കെ പോകുന്നു. ലെവൻഡോസ്കിന്റെ കാല് ജസ്റ്റ് ഔട്ട് സൈഡ് ദ പെനൽറ്റി ബോക്സ്. ബ്രില്യൻ ഷോട്ട്, 2-1. കളി ഏകദേശം കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ തന്നെ ഒരു ട്രാൻസിഷൻ അറ്റാക്കിൽ നിന്ന് റയൽ മാഡ്രിഡ് ചാൻസ് ഉണ്ടാക്കുന്നു. ചാൻസ് ഉണ്ടാക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് പോകുന്നു വിനീഷ്യസ് ജൂനിയറിലേക്ക്. അത് പക്ഷേ അറാഹോ വിനീഷ്യസ് ജൂനിയറിനെ ഫൗൾ ചെയ്യുന്നു പെനൽറ്റി ബോക്സിൽ. Was it a foul? The answer is yes, it was a foul. Was it a really solid, strong foul? No, it was a soft foul, പക്ഷേ still it is a foul. വിനീഷ്യസ് ജൂനിയറിന് ക്ലീൻ ആയിട്ട് നല്ലൊരു ക്രോസ് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ അത് ഷോട്ട് ഓൺ ടാർഗറ്റ് തന്നെ ആയനെന്ന് ഒരു ഹെഡിങ്ങിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അതോടെ പെനൽറ്റി, വിനീഷ്യസ് ജൂനിയർ ബറീസ് ഇറ്റ്. ഹാട്രിക്, എൽ ക്ലാസിക്കോ സൂപ്പർ കപ്പ് ഫൈനൽ ഹാട്രിക്. വാവ്, വേറെന്താ വേണ്ടത് ഫോർ വിനീഷ്യസ് ജൂനിയർ? ബ്രില്യന്റ്. 3-1. പിന്നെ ഇതുപോലെ തന്നെ വീണ്ടും വിനീഷ്യസ് ജൂനിയർ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ജൂഡ് ബെല്ലിംഗിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നു. അത് ബാർസയുടെ ഡിഫൻഡർ ഫ്ലിക്ക് ചെയ്യുന്നു, റോഡ്രിഗോയുടെ കാലിലേക്ക് വിളിക്കുന്നു. 4-1 ആൻഡ് ദ ഗെയിം ഇസ് കിൽഡ്. എന്നിട്ട് പോരാത്തതിന് അറാഹോ വീണ്ടും ഒരു ഫൗൾ ചെയ്തിട്ട് രണ്ടാമത്തെ യെല്ലോ മേടിച്ചിട്ട് he gets himself sent off. അപ്പോ വീണ്ടും ഒരു 10 ആൾക്കാരായിട്ട് കളിക്കേണ്ടി വന്നു. നോ ഫർദർ ഡാമേജസ്. റയൽ മാഡ്രിഡ് പിന്നെ ഗെയിം കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിൽ ഗെയിം കൺട്രോൾ ചെയ്യുന്നു. ഫിനിഷേഴ്സ് ഓഫ് ദിസ് ഗെയിം. Absolutely clinical performance from Real. Defensively, Barca has had its issues എന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. ഞാനിതിപ്പോ സ്ക്രീൻ ഒന്നും മാറ്റി വേറെ ഒന്നുമല്ല, ലാപ്ടോപ്പും കൂടി ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു, ഐ ഡോണ്ട് നോ, ടാക്ടിക്കലി ഒരുപാട് നമുക്ക് കുറ്റം പറയാനില്ല. ബട്ട് ഐ തോട്ട് ദി ഹൈലൈൻ വാസ് ടു മച്ച്. ആ ഒരു വളരെ അത്രയ്ക്ക് ഒരു ഹൈലൈൻ വെച്ച് കളിക്കുമ്പോഴത്തേക്ക് എന്താ ഇഷ്യൂ ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദർ ഇസ് ഓൾവേസ് ഗോൺ ടു ബി എ റിസ്ക്. ആരെങ്കിലും ഒരു ത്രൂ ബോൾ ഇടുവോ എന്നുള്ളൊരു റിസ്ക് വരും. അതേ റിസ്ക് തന്നെയാണ് ജൂഡ് ബെല്ലിംഗം എടുത്തത്. ജൂഡ് ബെല്ലിംഗമിന്റെ ആ ത്രൂ ബോൾ വാസ് നത്തിങ് ഷോർട്ട് ഓഫ് എന്താ പറയണേ, ഫാന്റാസ്റ്റിക്. ഷടാ, ഞാനിതിപ്പോ ഇവരുടെ റിയലിന്റെ ലേറ്റസ്റ്റ് കളി എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇതിൽ കാണുന്നില്ലല്ലോ ഒരു ഇതും. എനിവേ, ബട്ട് ഓവറോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ മാഡ്രിഡിന്റെ പെർഫോമൻസ് ഹാസ് ബീൻ ക്ലിനിക്കൽ. നേരെ മറിച്ച് ബാർസലോണ ഡിഫെൻസീവ്ലി ലുക്ക് വൾണറബിൾ. ആ വൾണറബിലിറ്റി
റയൽ അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ക്ലിനിക്കൽ പെർഫോമൻസ് ഒന്നും പറയാനില്ല. 4-1 എൽ ക്ലാസിക്കോ ഇൻ എ ഫൈനൽ. ഫാന്റാസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് വിൻ ഫ്രം കാർലോ ആൻസലോട്ടി. ബ്രില്യൻ ജോബ് ഓവറോൾ. ഗ്രേറ്റ് ടു സി. മൊത്തത്തിൽ ടീം അടിപൊളിയായിരുന്നു. റൂഡിഗറിനെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂഡിഗർ ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. എല്ലാവരും ഐ തിങ്ക് ദി എൻറ്റയർ ലൈനപ്പ് ഡിഡ് റിയലി വെൽ. യമാൽ വന്നിട്ട് അവസാനം വന്നിട്ട് കുറച്ച് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കി. ഫെലിക്സ് കുറച്ച് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ ഐ തിങ്ക് ഇറ്റ് വാസ് ടു ലേറ്റ് ഫോർ എനിത്തിങ്. Anyway, that's my thoughts, guys. Do let me know നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Football is Life.